നമ്മുടെ കുങ്കുമപ്പൂവൊക്കെ ഇട്ട് ഞാൻ എല്ലാം കൂടി ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണിയാണ് ഇത്. ഹായ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്താലാണ് ഈ ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണിയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബിരിയാണി എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് പിടിച്ച് കുറേ റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ 26 തരം ബിരിയാണി ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. അത്രയ്ക്കധികം ബിരിയാണി ടൈപ്സ് ഉണ്ട്, പല തരത്തിൽ. നമ്മുടെ ഓരോ സ്റ്റേറ്റ് എടുത്താൽ തന്നെ ഒരു സ്റ്റേറ്റിൽ തന്നെ 2-3 തരം ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നതിനൊപ്പം ഞാൻ മറ്റ് ബിരിയാണികളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകും. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോവുകയായാലും നിങ്ങൾക്ക് എളുപ്പമാണ് ഓരോ ടൈപ്പ് ബിരിയാണി ഏതാ കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഹൈദരാബാദി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കിലോ ചിക്കൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പം നമ്മളിവിടെ ഒരു വലിയ സ്റ്റിക്ക് നമ്മുടെ എന്താ പറയുക കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്റ്റാർ അനൈസ്, ഒരു 10 ഏലക്ക, ഒരു 10 കരയാമ്പൂ, പിന്നെ കുറച്ച് ഷാജീരകം ഞാൻ പൊടിച്ചു വെച്ചതാണ്, അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ നമ്മുടെ ഈ മസാല ആദ്യം ചേർത്ത് കൊടുക്കുക. നമ്മൾ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക, കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 4 പച്ചമുളകും കൂടി അരച്ചെടുത്താണിത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല കട്ട തൈര്. അപ്പോൾ ആദ്യം നമ്മൾ പുളിയില്ലാത്ത തൈര് ആദ്യം ചേർക്കാം. കാരണം നമ്മളിതിൽ ഓൾറെഡി നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു 1/2 കപ്പിൻ്റെ 1/2 കപ്പ് വേണ്ട, അതിനും കുറച്ച് കുറവ്, അതാണ് നമ്മൾ എടുത്തേണേ. അപ്പോൾ ഈ ഒരു തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സവോള അതേ പറക്കി തിന്നു തുടങ്ങി. ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറക്കി തിന്നാറുണ്ട്. രസമുണ്ടല്ലേ? സൂപ്പർ, കായോർത്തൻ്റെ ടേസ്റ്റ് പൊടി. അപ്പം നമ്മളിവിടെ സവാള കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സവാള വറുത്തണ്ട. അപ്പോൾ ഈ സവാള വറുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയോടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 1/4 ഞാൻ വറുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കണം. കുറച്ച് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു വലിയ സവാള ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. അങ്ങനെ 4 സവാള എടുത്തിട്ട് അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന മല്ലിയിലയാണ്. ഇത് തിന്നണ്ടോ? അവൾ തിന്നില്ല. ശരി, ആവശ്യമുള്ളതൊക്കെ വേഗം പറക്കിയെടുത്തിട്ടു. അപ്പം നമ്മൾ മല്ലിയില എന്ന് പറഞ്ഞൊരു കണക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ പിടി മല്ലിയില നല്ലോണം എന്താ പറയുക ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഒരു വലിയ പിടി പുതിനയിലയും നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ നല്ല ഒരു മണം കിട്ടണമെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്താലാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കും. ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോട്ടെ. എന്നാൽ ശരി, പോയി ജ്യൂസ് ഉണ്ടാക്കാം. എന്ത് ജ്യൂസ് ഉണ്ടാക്കണേ? ലെമൺ ജ്യൂസ്. നമ്മുടെ വീട്ടിലുണ്ടായത്. നമ്മുടെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിലൊരു എന്താ പറയുക ചൈനീസ് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ മരം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ലെമണല്ല, അത് ചൈനീസ് ഓറഞ്ച്. അപ്പം അതുകൊണ്ടാണ് അവൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വേഗം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. പിന്നെ നല്ല തണുത്തിട്ട് എന്നാൽ വേഗം ഓടിക്കോ. അപ്പോൾ അവൾ ജ്യൂസ് ഉണ്ടാക്കണ പോകുമ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി വയ്ക്കാം. അവൾ ജ്യൂസ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂറാണ്. വളരെ പതുക്കെ വളരെ നൈസായിട്ടൊക്കെ മുറിച്ച് അതൊക്കെ ഇട്ടിട്ടാണ് അവൾ ജ്യൂസ് ഉണ്ടാക്കുക. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി പണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആവും. നമ്മുടെ ബിരിയാണിയുടെ സ്മെല്ല് എൻറ്റയർലി മാറിപ്പോവും. അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാൻ പോവാണ്. എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായി പരട്ടി വെക്കണം. കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് ചെയ്യാം.
അപ്പോൾ സാധാരണ കുറേ പേര് പറയും എന്തുകൊണ്ട് കയ്യോറ യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കയ്യോറ യൂസ് ചെയ്തിട്ട് നല്ലല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ നന്നായി കൈ വാഷ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ പരട്ടണ പോലെ നന്നായിട്ട് അങ്ങ് പരട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ബിരിയാണി തന്നെ 10 തരം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കുറേ ബിരിയാണികളുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ബിരിയാണികളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ബോംബെ ബിരിയാണീനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ബോംബെ ബിരിയാണിയിൽ കുറേ സ്പെഷ്യൽസ് ഉണ്ട്. അതായത് അവിടെ യൂസ് ചെയ്യണത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അവർ ഫ്രൈഡ് പൊട്ടാറ്റോസൊക്കെ അതിലിടും. അതുപോലെ തന്നെ അവിടെ ഒരു തരം കെവറ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു റോസ് വാട്ടർ പോലത്തെ ഒരു പാൻഡോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലവറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ കെവര എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ടാണ് അവർ ഈ ബോംബെ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഏകദേശം നമ്മുടെ റോസ് വാട്ടർ പോലെ ഇരിക്കും, നല്ല ക്ലിയർ വാട്ടർ പോലെ. റോസ് വാട്ടർ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് നല്ല എന്താ പറയുക, നല്ല ഫ്ലേവറിലാണ് അവർ അവിടുത്തെ ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി പെട്ടെന്ന് എന്താ പറയുക ഉണ്ടാക്കണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സ്, അപ്പോൾ ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അരി വേവിക്കുന്ന പ്രോസസ്സിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിക്കൻ പരട്ടി വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിക്കനുമ്പോൾ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതൊക്കെ പരട്ടി വെക്കുമ്പോൾ സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫോർക്ക് കൊണ്ടൊക്കെ കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി വേവിച്ച് പോവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 2 തക്കോലം, ഒരു വലിയ പട്ട, നമ്മുടെ കറുവാപ്പട്ട നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 6 കരയാമ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 6 ഏലക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കും വേണം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിക്കുക. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അധികം മണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ, നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നെയ്യ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ ശരീരമൊക്കെ ഉണ്ടറിയാം, നല്ല നെയ്യ് നന്നായി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അപ്പം നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അരി ഇട്ടതിന് ശേഷം നമ്മളിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എപ്പോഴും നമ്മുടെ വെള്ളത്തിന് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. അതായത് കുറച്ച് ഉപ്പ് കൂടുതൽ നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ, ഉപ്പ് നന്നായി മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ അരി ഇട്ടതിന് ശേഷം, ഇപ്പം ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തേക്കണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു അരമണിക്കൂർ നേരം നമ്മുടെ ബസ്മതി റൈസ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിട്ടു. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആരും വരുന്നല്ലോ, ഒരു മിനിറ്റ് ട്ടാ, നമുക്ക് ഫ്രഷ് ജ്യൂസ്, എൻ്റെ ബിരിയാണി പരിപാടി കഴിഞ്ഞില്ല, ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ആയി. നമ്മുടെ ജ്യൂസൊക്കെ വേഗം പ്രിപ്പയർ ചെയ്തിവിടെ എത്തിയിട്ടുണ്ട്. ഓ, ഭയങ്കര സ്റ്റൈലിലുള്ള സ്നാക്ക് അടക്കം ഉണ്ട് കേട്ടോ, അടിപൊളി. എൻ്റെ ഇതാ എനിക്ക് സ്പെഷ്യൽ ഗ്ലാസ്സാണ്. ഓക്കെ, അപ്പം ഞാൻ അത് കുടിക്കാട്ടാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുടിക്കാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ടോപ്പിക്കിൽ നിന്ന് തന്നെ പോയി പക്ഷെ നമ്മുടെ ബിരിയാണി ഇവിടെ പകുതിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ബാസ്മതി റൈസ് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാസ്മതി റൈസ് നമ്മൾ കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴുകിയിട്ട് അവസാനം ഒഴിക്കുന്ന വെള്ളം നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കണം. നന്നായി കഴുകിയിട്ട് ക്ലിയർ വാട്ടർ ആയതിന് ശേഷം മാത്രമാണ് നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുള്ളൂ. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലത്തെ സ്റ്റാർച്ചൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചോറൊന്നും അധികം ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുതിർത്ത് വെച്ച് ഞാൻ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇവിടെ റൈസ് കുറച്ച് കൂടുതൽ കഴിക്കുന്ന കാരണമാണ് ഞാൻ 1 കിലോ ബസ്മതി റൈസ് എടുത്തത്. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇളക്കുമ്പോൾ നോക്കുക, ഇതിൻ്റെ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറേ ഉപ്പിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിയുടെ ഉപ്പ് പിടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പിടിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ സാധാരണ ഹൈദരാബാദി ബിരിയാണിയുടെ കാര്യം പറഞ്ഞു.
ഞാൻ പറയാൻ പോകുന്നത് തലശ്ശേരി ബിരിയാണിയുടെ കാര്യമാണ്. നമ്മുടെ മലബാറി സ്റ്റൈലിൽ തലശ്ശേരി ബിരിയാണി മലബാറികൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ കൈമ അല്ലെങ്കിൽ ജീരകശാല അരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അതായത് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടാവും അവരുടെ ആ ഒരു ബിരിയാണിയിൽ. കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഈ നമ്മൾ സാധാരണ സ്പൈസസ് ഒക്കെ നമ്മൾക്ക് സാധാരണ മലബാറി സ്പൈസസ് എന്ന് പറയണില്ലേ, ഏലക്ക, ഗ്രാമ്പൂ, അവരുടെ കുറേ സ്പൈസസ് ഉണ്ട്. അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി. അതായത് നമ്മുടെ തലശ്ശേരി ബിരിയാണിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ആ ഒരു സ്പെഷ്യൽ ഫ്ലേവർ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് മുക്കാലാകുമ്പോഴാണ് നമ്മളിത് ഊറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതുവരെ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് തിളയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അടുത്തൊരു ബിരിയാണീനെ പരിചയപ്പെടുത്താം. ഞാൻ ഇനി പറയാൻ പോകുന്നത് വാണിയമ്പാടി ബിരിയാണി അഥവാ അമ്പൂർ ബിരിയാണി എന്ന് പറയും. അത് നമ്മുടെ തമിഴ്നാട് ഡിസ്ട്രിക്റ്റിൽ വെല്ലൂരൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി ബിരിയാണിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ചിക്കനും മീറ്റും അങ്ങനെ സാധനങ്ങളൊക്കെ ആദ്യം തന്നെ തൈരിൽ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സംഭവങ്ങൾ അവർ ചെയ്യുക. പിന്നെ അവർ ഉണ്ടാക്കുന്നത് അത് യൂസ് ചെയ്യുന്നത് അരി ജീരകശാല അരിയാണ്. എന്നിട്ട് ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ തരം എന്താ പറയുക ബിരിയാണികളെ കുറിച്ച് നമുക്കിങ്ങനെ കുറേ ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ഇൻഫോർമേഷൻ അത് അപ്പോൾ നമ്മൾ ജീരകശാല യൂസ് ചെയ്യുന്നു. പിന്നെ അവർ യൂസ് ചെയ്യുന്നത് ഉണക്കമുളകിൻ്റെ പേസ്റ്റാണ്. ഉണക്കമുളക് വെച്ചിട്ടാണ് അവർ അതിൽ കൂടുതൽ സംഭവങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഈ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ബ്രിഞ്ചാൾ, അതായത് നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടാണ് അവർ എന്താ പറയുക ഒരു സൈഡ് ഡിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ. ഇപ്പോൾ നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ഓരോ തരം ബിരിയാണിയാണ്. ഇപ്പം നമ്മുടെ ചോറൊക്കെ ഒന്ന് മുക്കാൽ വേവാറായിട്ടുണ്ട്. അപ്പം നമുക്കിത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയെടുക്കാം. അമ്മ ഇതെന്തൊരു സാധനം? എന്തുട്ടാ അതിങ്ങനെ ഗ്രാബ് ചെയ്തിട്ടൊരു എന്താ സംഭവം? അടിപൊളിയാണല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ പേരെന്തുട്ടാ? എന്തുട്ടാണ് വെട്ടുകാലി പോലത്തെ സാധനമാണ്. കൂട്ടം കൂടിയൊക്കെ ഉള്ളോ? ഇപ്പം നമ്മുടെ ചോറൊക്കെ എന്താ പറയുക കണ്ട റൈസൊക്കെ മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ മുക്കാൽ വേവിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് അധികം വേവിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് വേവിക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടി വെന്ത് കിട്ടും. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇനി ഞാനിത് ഊറ്റുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അടുത്തൊരു ബിരിയാണീനെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കല്യാണി ബിരിയാണി. ഈ ഹൈദരാബാദിൽ തന്നെ വേറൊരു ടൈപ്പ് ബിരിയാണിയാണ് ഈ കല്യാണി ബിരിയാണി. കല്യാണി നവാബിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്ന ഒരു തരം ബിരിയാണിയാണ്. ഇതിനെ പുവർ മാൻസ് ബിരിയാണി എന്നും പറയും. അതായത് ലെക്സ് എക്സ്പെൻസീവ് സ്പൈസസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കണം അടിപൊളി ബിരിയാണി. നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിതൊരു ഇൻഫോർമേഷൻ നിങ്ങളുടെ അടുത്ത് പാസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ് ഈ ഒരു ടൈപ്പ് കല്യാണി ബിരിയാണി. അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ റൈസൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഊറ്റിയെടുത്തു. ഈ പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സുഖാട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വെള്ളം ഊറ്റിക്കളയാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാനിവിടെ നമ്മുടെ അരിയുടെ കുറച്ച് വെള്ളം ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഊറ്റിക്കളഞ്ഞാൽ അടിയിലത്തെ നമ്മൾ അരി ഉണ്ടല്ലോ അത് നമ്മൾ എടുക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അപ്പം നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ഒരു പഴത്തിനൊരു തേൻ പോലത്തെ ഒരു സാധനല്ലേ, എന്താ പറയാ? പഴത്തിന്റെ തേനാ? അതിൻ്റെ ഉള്ളൊരു തേനുണ്ടാവും, കൊടപ്പൻ. അതിൻ്റെ ഉള്ളിലത്തെ തേൻ. ഓ എന്താ വേണ്ടേ? എനിക്കത് കുടിക്കാം. അവിടെ പറഞ്ഞുണ്ടായി നിൽക്കണേ. നീ അതൊക്കെ കണ്ടു വെച്ചേക്കാണല്ലേ? അവളതൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. ഈ വഴിക്കോടെ നടന്നപ്പോ ഒക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. ഓടിച്ചു എന്നിട്ട് പോക്കോ, ഓടിക്കും. അപ്പം നമ്മളിവിടെ അവൾ ഓടിപ്പോയിക്കോട്ടെ. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇതിൻ്റെ സ്ഥിതി ഒന്നല്ലെങ്കിൽ ഊഹിക്കുക അല്ലെങ്കിൽ മറ്റേത് പറിച്ചതെന്ന് പറഞ്ഞ് പോവും. അപ്പോൾ നമ്മളിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വലിയ ഉരുളിയാണ് ഞാൻ എടുത്തത്. കാരണം വെച്ചാൽ എൻ്റെ ഈ മറ്റേ ബിരിയാണി ചെമ്പൊന്നുമില്ല. അപ്പം ഞാൻ ഉരുളിയിലാണ് കൂടുതലും ബിരിയാണിയൊക്കെ വെക്കാറ്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം നെയ്യ് ഒഴിക്കണില്ല. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ കൂടുതൽ ഒഴിക്കണേ. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. നന്നായി പഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ ഇല്ലേ, നമ്മൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചിക്കനാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വെള്ളം വീണു, അതുണ്ടായത്.
അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ ഒരു പേസ്റ്റ് അടക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓ, ഇതിൻ്റെ ഇടയിൽ അവൻ സൈക്കിളും കൊണ്ട് വന്നേക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് സ്വല്പം വെള്ളം നമുക്ക് ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചാലാണ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരില്ല. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ അത് ഒന്ന് കുറച്ചൊരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടിയിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഏത് ബിരിയാണി ഉണ്ടാക്കും ഇങ്ങനെ ആലോചിച്ച് ഞാൻ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കാത്ത തരം ബിരിയാണികളുടെ നെയിമൊക്കെ ഉണ്ട്. ഇത് കേട്ടാ ഇതെന്ത് സംഭവം തന്നെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ തപ്പി വന്നപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിൽ കുറേ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ വേണം. പിന്നെ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള എന്താ പറയുക കുറേ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ വേണം. കുറേ ഇതുണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു സംഭവമാണ് സിന്ധി ബിരിയാണി. ഈ സിന്ധി ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാണ്, ഭയങ്കര റിച്ചാണ്. എല്ലാ വക ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ പ്ലമ്മും പൊട്ടാറ്റോ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ടിട്ടുള്ള ഡ്രൈഡ് പ്ലംസ് അല്ലെങ്കിൽ ഫ്രഷ് പ്ലംസ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങൾ നല്ല റിച്ചാണ്, നല്ല ടേസ്റ്റാണ് സിന്ധി ബിരിയാണി. ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഉണ്ടാക്കണ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സിന്ധി ബിരിയാണി. അങ്ങനെ കുറേ ബിരിയാണികളുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ പിള്ളേരോട് പറഞ്ഞു ഇന്ന് ഏത് ബിരിയാണി ഉണ്ടാക്കണ്ടേ. അപ്പം പറഞ്ഞു ഇങ്ങനെ പേരുകൾ കേൾക്കാത്ത പേരുകൾ കുറേ അവരോട് പറഞ്ഞു കൊടുത്തിട്ട് അമ്മ ഇത് ബിരിയാണി തന്നെയാണോ എന്നാണ് അവർ ചോദിക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ കുറച്ചൊരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പിന് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം അതൊന്ന് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ ഈ എണ്ണയിലിട്ട് വറുത്ത കാരണം നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. അപ്പോൾ അത് കാരണം എന്താ പറയുക കുഴപ്പമില്ല. ഇനി നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടിട്ടൊന്ന് വേവിക്കണം. നമ്മളൊരു വാഴല വെച്ച് മൂടിക്കുകയാണ്. ഇനി ഇതിന് നിങ്ങളുടെ കയ്യിൽ മൂടിക്കാനുള്ള പാത്രം ഉണ്ടെങ്കിൽ അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ അതുപോലെ മൂടി വെച്ചോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് വാഴല വെച്ചിട്ട് മൂടി വെച്ചിട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഈ ബിരിയാണിയുടെ ഇടയിൽ വേറൊരു ടൈപ്പ് ബിരിയാണിയും കൂടി ഞാൻ പരിചയപ്പെടുത്താൻ പോണേ. മെമോണി ബിരിയാണി. അതായത് നമ്മുടെ ഗുജറാത്തിലുണ്ട് കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. മെമോൺസാണ് അവർ ഇത് മെയിൻലി ഉണ്ടാക്കുന്നത്. ഇതൊരു ടൈപ്പ് എന്താ പറയുക മട്ടൺ ബിരിയാണിയാണ്. മട്ടൺ കൊണ്ടാണ് അവരിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ ആഡഡ് എന്താ പറയുക കളേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതിൽ നമ്മൾ പൊട്ടാറ്റോസൊക്കെ അവരെ ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണെന്നൊക്കെയാണ് പറയണത്. ഞാനത് കഴിച്ചിട്ടില്ല. ഇനി ഞാൻ അവിടെ പോവുകയാണെങ്കിൽ ഞാനത് കഴിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ ഈ ബിരിയാണീനെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് ബിരിയാണി കാണുമ്പോൾ ആ ഒരു എന്താ പറയുക ഫ്ലേവേഴ്സ് നമ്മൾ ഓരോ രാജ്യത്തെയും ഓരോ സ്റ്റേറ്റിലത്തെയും ബിരിയാണി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി മാത്രം പരീക്ഷിച്ചിട്ട് അതിൽ സംതൃപ്തി അടയരുത്. പല ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. ഇനി ദുബായ് ബിരിയാണി ഉണ്ട്, പല തരമാണ്. എന്താ പറയുക വെറൈറ്റി എന്താ പറയുക ഒരു കടൽ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് പല തരം ഡിഷുകൾ. അത് തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പരീക്ഷിച്ച് വരുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം കൂടി മറന്നുപോയി ഇതിൽ ചേർക്കാൻ ബേ ലീവ്സ്. അത് ഞാൻ എന്താ മറന്നതെന്ന് ആലോചിക്കുന്നത്. ഇങ്ങനെ ചെയ്തൊരിക്കുന്ന വർത്തമാനം പറയുന്ന ഇടയിൽ അതൊക്കെ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ ചിക്കൻ വേവിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു നല്ല ചൂട് കേട്ടോ ഈ ഒരു ബേ ലീഫ് 2 ഞാൻ അതിലേക്ക് ഇടാണ് കേട്ടോ. അപ്പോൾ ആ ഫ്ലേവർ അതിലേക്ക് കിട്ടിക്കോട്ടെ. വർത്തമാനം പറഞ്ഞ് എന്താ പറയുക പകുതി കാര്യങ്ങൾ മറക്കുന്നത് ലോകം തന്നെ മറക്കുന്നതെന്ന് പറഞ്ഞ പോലെയാ. ഞാൻ ബേ ലീഫ് ഇടാൻ മറന്നുപോയി. ഇതിപ്പിട്ടാലും മതി, നല്ല ഫ്ലേവർ കിട്ടിക്കോളും. അപ്പം നമ്മളിതൊന്നും കൂടി ഒന്ന് മൂടിയിടാണ്. അപ്പോൾ നമ്മളിത് പതുക്കെ തുറക്കാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം നിൽക്കണുണ്ട്. അപ്പോൾ ആ വെള്ളം ഇരുന്നോട്ടെ. കുറച്ച് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചോറിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിൽ വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഹൈദരാബാദി ദം ബിരിയാണിയൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ വലിയ ഉരുളിയിൽ എടുത്തു എന്നുള്ളൂ. ഇനി നിങ്ങൾക്കിത് ദമ്മായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിതുപോലെ എന്താ പറയുക, ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ദം ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ദം ചെയ്യണമൊന്നുമില്ല, ജസ്റ്റ് ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് മൂടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് മൂടിയിടണുള്ളൂ. ദം എന്നുള്ള രീതിയിൽ എടുക്കണില്ല, ജസ്റ്റ് ഒന്ന് മൂടിയിട്ടിട്ട് നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെയ്യും നമ്മുടെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം നമ്മളെ എന്താ പറയുക ചിക്കനിലൊക്കെ ഇങ്ങനെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് റൈസ് ഇടാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് ഓഫാക്കി, നമ്മുടെ ഗ്യാസ് ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമ്മൾ റൈസ് ഇടാൻ പോവാണ്. നമ്മളിവിടെ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ദമ്മ് ചെയ്യണതിന് പകരമായിട്ട് ഞാൻ ചെയ്യേണ്ടതാണിത്. ഞാൻ പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ഉരുളിയായ കാരണം ചെറിയ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇളക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പതുക്കെ വലിയ ഉരുളിയിലാക്കിയതാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനെ വലിയ ബിരിയാണി ചെമ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാരണം നമ്മളൊക്കെ എന്താ പറയുക, ഞാനൊക്കെ ബിരിയാണി വയ്ക്കുന്നത് വളരെ കുറച്ച് 2 ടൈപ്പിലൊക്കെയാണ് ബിരിയാണി വയ്ക്കുക. അപ്പോൾ ഞാനിതൊരു വെറൈറ്റിക്ക് എടുത്താൽ ഇങ്ങനെ ഒരു വലിയ ബിരിയാണി ചെമ്പൊന്നും നമ്മളവിടെ ഇല്ല. അപ്പോൾ ഞാനിതുപോലത്തെ ഉരുളിയിലൊക്കെയാണ് മെയിൻലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കുക, ഈ ചോറൊക്കെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ്. സാധാരണ ഹൈദരാബാദി ബിരിയാണിയിൽ നട്ട്സും കിസ്മിസും ഒന്നും ചേർക്കാറെന്ന് കണ്ടിട്ടില്ല, കുറവാണ്. ചിലർ ചേർക്കാറുണ്ട്, ചിലർ ചേർക്കും. ഇപ്പം ഞാനിവിടെ കുറച്ച് നട്ട്സും കിസ്മിസും എടുത്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നട്ട്സും കിസ്മിസും വറുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് ഓണിയൻസിൻ്റെ കൂടെ ഞാൻ കുറച്ച് നട്ട്സും കിസ്മിസും ഇടാണ്. നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഒന്ന് തൂവി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കുങ്കുമപ്പൂവ് കലക്കിയിട്ടുള്ള പാലിൽ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുങ്കുമപ്പൂവ് നമ്മൾ കുതിർത്തിട്ടുണ്ട്, ചൂട് പാലിൽ കുതിർത്തിട്ട കുങ്കുമപ്പൂവ്. ഒരു പിഞ്ച് കുങ്കുമപ്പൂവ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കലക്കിയിട്ട് വെച്ചിട്ടുള്ള പാലാണിത്. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അവസാനം നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി കുറച്ച് ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു ഒരു 1/2 to 3/4 ടീസ്പൂണോളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാലപ്പൊടി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കുക. ബാക്കി വന്ന മസാലപ്പൊടി കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ മുകളിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഇടണുള്ളൂ. നിങ്ങൾക്ക് ഇനി നെയ്യ് കൂടുതൽ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം നെയ്യ് വേണമെങ്കിൽ കിട്ടും. പക്ഷേ അധികം നെയ്യാകുമ്പോൾ നമുക്കൊരു ചെറിയൊരു മട്ടപ്പ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ അധികം ചേർത്ത് കൊടുക്കണില്ല. കാരണം ഞാൻ ഓൾറെഡി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് നമ്മൾ വാഴയില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ തീ ഒന്ന് സിമ്മിൽ വെരി സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇന്ന് കുറേ ബിരിയാണികളെ കുറിച്ച് പറഞ്ഞു. കുറേ ഉണ്ട് കേട്ടോ, 10-26 ടൈപ്പ് ബിരിയാണികൾ ഞാൻ കണ്ടു. പക്ഷെ ഒന്നൊന്നിനും മെച്ചാണ്. എന്താ പറയുക, എനിക്കെല്ലാം പരീക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് കുറച്ച് സാധനങ്ങൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും പരീക്ഷിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ കിട്ടാവുന്നതൊക്കെ ഞാൻ പരീക്ഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ദമ്മൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് വാടലയിൽ മൂടി വെച്ചിട്ട് നമ്മൾ ദമ്മെന്നൊരു രീതി അങ്ങനെ വെളുത്തിയെടുത്തു, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ദമ്മ് ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് തുറക്കാം. അപ്പോൾ ഓൾറെഡി ഞാനത് ജസ്റ്റ് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു പാത്രം വെച്ചത് കേട്ടോ. ഇത് തുറക്കാണ്. മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. നല്ല സാഫ്രോണൊക്കെ ഒഴിച്ച് നല്ല യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ബിരിയാണിയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സൈഡിൽ നിന്ന് നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ബിരിയാണി നന്നായിട്ട് ഒന്ന് ഞാൻ നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാട്ടെ. ഇനി ചിലർ ഇങ്ങനെ പാർട്ടായിട്ട് ഇങ്ങനെ എന്താ പറയുക സെക്ഷനായിട്ട് എടുത്ത് കഴിക്കുന്നവരുണ്ട്. എനിക്ക് നന്നായി അങ്ങ് ഇളക്കിയെടുത്താലാ നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവർ ചോറിലൊക്കെ പിടിച്ചിരിക്കണം. അപ്പോൾ അത് കാരണം ഇത് നന്നായിട്ടൊന്ന് ഞാനൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കളർ കണ്ട കുറച്ച് യെല്ലോ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി. അപ്പോൾ നമ്മുടെ കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റാണ്.
ചിലർക്ക് ഈ ഒരു റൈസ് മഞ്ഞയും വെള്ളയായിട്ട് വെവ്വേറെ എടുക്കുന്നത് ഇഷ്ടമാണ്. അതൊരു ഭംഗിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് കഴിക്കാം. അപ്പം നല്ല ആ ചോറിലൊക്കെ ഇതൊക്കെ കൂടി ഒന്ന് മിക്സപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ പതുക്കെ നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. ഇതിപ്പോൾ ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള അടിപൊളി സെറ്റപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി എടുക്കാൻ കുറച്ച് സമയം എടുത്തുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ ഓടിപ്പോയി. അവരിനി അവിടെ എന്തൊക്കെയോ എന്താ പറയുക TV കാണുന്ന തിരക്കിലൊക്കെ ആയി. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കാണ്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കഴിക്കണേ. ഉപ്പും അതുപോലെ തന്നെ എല്ലാം പാകത്തിനായിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കിയാലും വ്യത്യസ്തമാണ് ഹൈദരാബാദി ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം വേറൊരു സംഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.